ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വന്നു. പക്ഷെ ശിവൻ ഒഴിഞ്ഞു മാറുക. അവനൊഴിഞ്ഞു മാറും. കാരണം അവന്റെ പിന്നിൽ അവളുണ്ട്, ആ ശാലിനി. പുരുഷന്മാരുടെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലൊരു രക്ഷസ ഇപ്പൊ നിന്റെ ശിവന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അവളെ എന്നേക്കുമായി ഒഴിവാക്കാതെ ശിവൻ നിന്നെ തേടി വരില്ല. ചേച്ചി അതിന് ഞാൻ എന്താ ചെയ്യണ്ട? തന്ത്രങ്ങൾ മെനയണം. അവളുടെ ശക്തി അവളുടെ അധികാരമാണ്. ആദ്യം അതില്ലാതാക്കണം. പിന്നെ അവളുടെ കൂടെ നിൽക്കുന്ന അംഗരക്ഷകരെ കൂട്ടത്തിൽ നിന്ന് അകറ്റണം. ഒടുവിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എന്നേക്കുമായി ഒരു പറിച്ചു നടൽ. അതിലായിരിക്കണം അവൾ അന്ത്യവിശ്രമം കൊള്ളേണ്ടത്. നീ ധൈര്യമായിട്ടിരിക്കെ. ഈ യുദ്ധത്തിൽ തേരാളിയായിട്ട് ഞാനുണ്ടാവും. പോരെ? എനിക്ക് വിശ്വാസാ ചേച്ചി. എങ്കിൽ ഫോൺ കട്ടാക്കിയിട്ട് അറിയാവുന്ന ദൈവത്തിന് ഒരു നേർച്ച നേർന്നേരെ. വർക്കത്തുള്ളൊരു തുടക്കം കിട്ടാൻ. ആദ്യം കേൾക്കാനായിരുന്നു. 2 കിലോ മതിയോ അതോ 3 കിലോ വേണോ? 2 മതി. എല്ലാരും കുറേശ്ശല്ലേ കഴിക്കൂ. അതൊന്നും പറയാൻ പറ്റത്തില്ല. കേക്ക് നല്ലതാണെങ്കിലേ എല്ലാരും കഴിക്കും. കഴിക്കാൻ പറ്റാത്ത ആൾക്കാരും കഴിക്കും. എന്നാലും 2 മതി സാറേ. ശരി, എന്നാ പിന്നെ 2. പിന്നെ ഒരു ഫ്ലെക്സ് വലിച്ചിടണം. അതിന് ഫോട്ടോ എടുക്കാനായിട്ടേ നമ്മുടെ ക്ലീറ്റിയെ അവ വരും. ക്ലീറ്റി അല്ലേ സാറേ? ക്ലീറ്റസ്. ക്ലീറ്റസ് എന്ത് പോലും ആവട്ടെ, അവ വരും. അത്രയും ആർഭാടമൊക്കെ വേണോ സാറേ? ഇത് നടത്തുന്നതേ ഞാനാ. അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവുന്നേ ആര് കണ്ട്. അതുകൊണ്ട് എത്രത്തോളം അടിപൊളിയാക്കാമോ അത്രത്തോളം അടിപൊളിയാക്കാം. വിഷ്ണു ശാലിനിയെ അവരുടെ വെഡിങ് ആനിവേഴ്സറി കണ്ട് ഞെട്ടണം. അല്ലെങ്കിൽ ഇതറിയുമ്പോഴേ ഒരു ഞെട്ടും. ഇയാളെല്ലാം പറഞ്ഞ അല്ല, ഞെട്ടെന്ന് പറയായിരുന്നു. ഞെട്ടണം. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. മോളോട് പോവാ? കളക്ടറേറ്റിലേക്ക്. പോണ വഴി മക്കളെ സ്കൂളിലും ആക്കണം. സത്യേ, പപ്പി, അല്ല പോയാലെങ്ങനാ? ഇപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫർ ക്ലീറ്റസ് വരുവേ. ക്ലീറ്റസ് മോളും വിഷ്ണു തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണം. വെഡിങ് ആനിവേഴ്സറിക്ക് ഫ്ലെക്സിനകത്തൊക്കെയുള്ളതാ. അത് ക്ലീറ്റസിനെ കൊണ്ട് എടുപ്പിച്ചാ നന്നാവും. അച്ഛാ, ഇന്ന് എനിക്കതിനൊന്നും നേരമില്ല. ഒഴിവാക്കാനാവാത്ത ഒരുപാട് ജോലികളുണ്ട്. അതുകൊണ്ട് ഫോട്ടോയൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് എടുത്താൽ മതി. അതെന്തോർത്തരാ മോള് നീ പറയുന്നേ? നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളുടെ ഫോട്ടോ ഇല്ലേ വേണ്ടേ? അല്ല ഞങ്ങളുടെ ഒന്നും അല്ലല്ലേ. ഒരു 5 മിനിറ്റ് അയാളിപ്പോ വരും. പിള്ളേ, ആ ക്ലീറ്റസ് വിളിച്ചേ. അയാളോടത്തേം ചോദിക്കും. ഇനിയിപ്പോ ഒട്ടും വൈകിക്കണ്ട. 2 പേരെ നിർത്തിയേ 3 ഫോട്ടോ എടുക്കാം. ഒരെണ്ണേ പത്രത്തിൽ കൊടുക്കാനുള്ളതാ. എന്നാ പിന്നെ ചേർന്നു ഇപ്പൊ തന്നെ അങ്ങ് എടുത്തേക്കാം. ഞങ്ങളുടെ അല്ല, വിഷ്ണുവിന്റെ ശാലിനിയുടെയാ. അതെ, ഇത് സെറ്റപ്പ് വേറെയാ ഗുരു. എല്ലാം 1 ഫോട്ടോസ് ആയിരിക്കണേ. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്റെ ഗുരു എടുക്കുന്ന ഫോട്ടോ എന്തെങ്കിലും നന്നായിട്ടുണ്ടോ? എന്താണ് പറയണത്? അല്ല, ഏതെങ്കിലും മോശമായ ചരിത്രം ഉണ്ടോന്ന്. ഇല്ല, എല്ലാം ഒന്നിനൊന്നും മെച്ചമല്ലേ? ഇവിടെയെങ്കിലും എനിക്ക് അടി കിട്ടാതെ എന്റെ ജോലി നോക്കണം. സിറ്റുവേഷൻ കണ്ടിട്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഉണ്ടാകില്ലെന്ന് പ്രാർത്ഥിക്കും. കുട്ടി നീ വന്നേ. എങ്ങോട്ടാ മച്ചമ്പി? വാടാ. എവിടെ പോവാ? എവിടെ പോവാ? ഇപ്പൊ രാജാ
ഇനി വന്നേ. കുട്ടി, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ആ ആ ഭാമേ, പിന്നെ വേറെ കാര്യമുണ്ട്. അതെ, ദാ, ഇത് കണ്ടാ? നമ്മുടെ അമ്മ വിഷ്ണുവിന്റെ ആളാ. രാഘവേട്ട 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 ഇതെങ്ങനെ ഇതെവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി. വിഷ്ണുല്ലേ ആ നിൽക്കുന്നേ? നീ അധികാണ് അല്ലത് ഇവിടെ ഫോട്ടോ എടുക്കുന്നേ. മിറ്റത്താ, വാ നമുക്ക് അങ്ങോട്ട് പോവാ. എടാ വിഷ്ണു, എന്താ ചാ? ഇത് നിന്റെ കിടക്കുന്ന ഒരു അന്തസ്സേ. അത് മുരുകളാ. ഇങ്ങോട്ട് വാ. ഇതെന്നെ ഇരിക്കട്ടെ. നിന്റെ കാശുള്ളപ്പോ ഞാൻ തരാം കേട്ടാ. എടാ ഇങ്ങോട്ട് നീട്ടടാ.